ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ളോഗ്. ഞാൻ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കാപ്പിയൊന്നുമല്ല കേട്ടോ, ഇതമ്മ ഈ നമ്മുടെ കറി ലീവ്സ് ഇല്ലേ, കറി ലീവ്സ് തിളപ്പിച്ച് വെള്ളമാണ്, കറി ലീവ്സ് ഇട്ടിട്ട് തിളപ്പിച്ച വെള്ളം. അപ്പോൾ അതാണിപ്പോൾ ഇന്നത്തെ ഡ്രിങ്ക്. പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഞാനുണ്ടാക്കി. ഒന്നുമല്ല, മാഗി കേട്ടോ. എനിക്ക് മാഗി കഴിക്കും കൊതിയായിട്ടാണ്. പൊതുവെ അവിടെ ഞങ്ങൾ വേറെ നൂഡിൽസൊക്കെ മേടിക്കാറ്, ഇൻഡോമീൻ നൂഡിൽസൊക്കെയാണ് മേടിക്കാറ്. അപ്പോൾ ഇവിടെ മാഗിൻ്റെ നൂഡിൽസ് കിട്ടും. അതുകൊണ്ട് ഇവിടെ ഓൾറെഡി മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ നാടൻ വിഭവങ്ങളായിരുന്നു ഇത്രയും നാൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നത്തെ ഒരു ദിവസം മാഗി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഇന്ന് മാഗിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ഞാൻ റെഡിയാക്കി വെച്ചു. എനിക്ക് വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല, അത് എടുക്കേണ്ട ആവശ്യമില്ല, മാഗി അല്ലേ. അപ്പോൾ ഇനി കഴിക്കാൻ പോവുകയാണ്. ഇനി പപ്പയ്ക്ക് പോകാൻ ടൈമായപ്പോൾ പപ്പ കഴിക്കാൻ ഇരിക്കുകയാണ്. പപ്പ പോയതിനു ശേഷം ഞങ്ങൾ കഴിക്കുകയുള്ളൂ. ഈ സ്നേഹമൊന്നും താങ്ങാൻ വയ്യടോ. നിങ്ങളുടെ ഒരു സ്നേഹം കൊണ്ട് ഞാൻ സ്വീപ്പായി ഗൈസ്. എന്ത് ചെയ്യാനാടാ, പിന്നെ ഹേ ഉറക്കം ഭ്രാന്തി എനിക്കൂ. ഇന്ന് ഹെയർ ഓയിൽ ഡേ ആണ്. മമ്മിയുടെ മസാജിങ് ഹെയർ ഓയിലിങ് ഡേ ആണ്. എൻ്റെയും ഞങ്ങളുടെ രണ്ടുപേരുടെയും. അമ്മ ഒന്ന് വേണ്ടതുണ്ടോ തലയിൽ? അമ്മയുടെ തലയിൽ പ്രശ്നം. ഭാവി കുറെ നേരം സുഖം പിടിച്ചിരിക്കുന്നു കേട്ടാ. അമ്മയ്ക്കാണ് മസാജ് ചെയ്യുന്നത് എല്ലാ ദിവസവും. അമ്മയല്ലേ ഈ അമ്മയാണ് ഒന്നും ചെയ്യൂല്ല. തലയിൽ എണ്ണയൊക്കെ വല്ല ആണ്ടിന് സംക്രാന്തിക്കൊക്കെ കിട്ടും. പക്ഷെ മുടിയുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കണം. എണ്ണ തേച്ചില്ലെങ്കിലും മുടി വളരും. അതാണ് എക്സാമ്പിൾ. എനിക്ക് എണ്ണ ഇടാൻ പറ്റൂല. എന്നും എങ്ങോട്ടാണ് ഈ ഒരുങ്ങിക്കെട്ടി പോകുന്നതെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. കാരണം ഇനിയുള്ള ലാസ്റ്റ് കുറച്ച് ദിവസങ്ങൾ മാക്സിമം നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ട് പോകാമെന്നുള്ളൊരു ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാ ദിവസവും ഇങ്ങനെ ഓരോ പ്ലാൻസൊക്കെ ഉണ്ടാക്കിയിട്ട് പോകുന്നത്. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഒരു ഇവിടെ ഖത്തറിൽ ഒരു ഡെസേർട്ട് ഏരിയയിൽ ഒരു കേവ് ഉണ്ട്. ആ കേവ് എക്സ്പ്ലോർ ചെയ്യാനാണ് പോകണം. ഞങ്ങളിവിടെ തമാശയ്ക്ക് ഖത്തറിലെ ഗുണ കേവ് എന്നൊക്കെ ഞങ്ങൾ പറയാറ്. പക്ഷേ ആക്ച്വലി ആ കേവിനൊരു പേരുണ്ട്. ആ പേരെന്താ ഭാവ്യ? അറിയില്ല അല്ലേ? ഓക്കെ, ആ കേവ് നമ്മൾ വഴിയെ പറയുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മളെ പിക്ക് ചെയ്യാൻ നാജു വരും. നാജുവിൻ്റെ ബ്രദറും സിസ്റ്ററൊക്കെ വരും. അപ്പോൾ അമ്മയുണ്ട് ഞങ്ങളുടെ കൂടെ. പപ്പ പിന്നെ ഓഫീസിലാണ്, പപ്പയ്ക്ക് ഇന്ന് വർക്ക് ഉണ്ട്. അപ്പോൾ പപ്പ വൈകുന്നേരമൊക്കെ ആവും എത്താൻ. അപ്പോൾ ഞങ്ങളും ഏകദേശം ആ ഒരു ടൈം ആകുമ്പോഴത്തേനും തിരിച്ചെത്തുന്നതാണ് ഞങ്ങളുടെ ഒരു ഐഡിയ. അപ്പം ഇന്ന് അങ്ങോട്ടാണ് നമ്മുടെ പോക്ക്. ഇനി അവിടെ നിന്ന് വേറെ എങ്ങോട്ടേലും പോവുമോ അതോ പോകുന്ന വഴിക്ക് വേറെ എവിടെയും പ്ലാൻസിൽ മാറ്റം ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. മാറ്റം ഉണ്ടായേക്കാം. ബട്ട് ആസ് ഓഫ് നൗ ദിസ് ഇസ് ദ പ്ലാൻ. അങ്ങനെ നാജു അവൻ്റെ വണ്ടിയൊക്കെ എടുത്ത് അവൻ്റെ ബ്രദറും സിസ്റ്ററൊക്കെ ആയിട്ടാണ് വന്നത്. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് കേവിലേക്കല്ല പോകുന്നത്, നമ്മൾ ഫസ്റ്റ് ലൈബ്രറിയിലേക്കാണ് പോകുന്നത്. ഇവിടെ ഖത്തർ നാഷണൽ ലൈബ്രറി ഉണ്ട്. അപ്പം അവിടെ നാജുവിൻ്റെ സിസ്റ്റർ എപ്പോഴും ഫ്രീക്വൻ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യുന്നൊരു പ്ലേസാണ് ലൈബ്രറി. അപ്പോൾ അവൾക്ക് കുറച്ചും കൂടി ഒരു ഐഡിയ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാൻ. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ ലൈബ്രറിയിലാണ് പോയത്. ലൈബ്രറിയിൽ പോയിട്ട് അവിടെയാണ് കുറച്ച് ഫസ്റ്റ് ടൈം നമ്മൾ സ്പെൻഡ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഖത്തർ നാഷണൽ ലൈബ്രറീൻ്റെ ഉള്ളിലോട്ട് പെട്ടെന്ന് ഒരു എൻട്രി കിട്ടിയൊരു ഇമ്പ്രഷൻ എന്ന് വെച്ചാൽ ഒരു വലിയ എയർപോർട്ടിനകത്ത് കയറിയൊരു ഫീലായിരുന്നു. കാരണം ഇങ്ങനെ വിശാലമായി കിടക്കുകയാണല്ലോ. അങ്ങനെ ഞങ്ങളിങ്ങനെ അവിടുത്തെ പല പല ഭാഗങ്ങളൊക്കെ ഇങ്ങനെ നടന്ന് കാണുമായിരുന്നു. ബുക്ക് ഷെൽഫ്സൊക്കെ കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അത് എസ്പെഷ്യലി ഈവനിങ് ആകുമ്പോൾ ലൈറ്റ്സ് വെച്ച് അറേഞ്ച് ചെയ്യാം. അപ്പോഴായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നുന്നത്. ഇത് നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ്, പല കൺട്രീസിൻ്റെ ഫ്ലാഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യൻ ഫ്ലാഗ് കണ്ടിട്ട് ഞാനിങ്ങനെ നമ്മുടെ ഫ്ലാഗ് പതാക ഉയർത്തി പിടിച്ചതാണ്. 2 ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ പോകാനുള്ള സ്ഥലം.
നാഷണൽ ടെമ്പററി നാഷണൽ ഫ്ലാഗ്. ഇതാണ് നമ്മുടെ ഖത്തർ നാഷണൽ ഫ്ലാഗ്. ഇതൊരു ലൈബ്രറി കം മ്യൂസിയമും കൂടിയായിരുന്നു. ഇവിടെ ഒരു സെക്ഷനിൽ നമ്മുടെ ഫിഫയുടെ പല കാര്യങ്ങളും ഇങ്ങനെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഫിഫ വേൾഡ് കപ്പ് വോളണ്ടിയേഴ്സ് കിട്ടിയിരുന്ന ആ ഒരു യൂണിഫോമിൻ്റെ കളറും അതും ആ ഒരു ജേഴ്സി, പിന്നെ പല പല കാര്യങ്ങളും ഇതിനകത്തേക്ക് പറഞ്ഞു തരാൻ പോലും അറിയാത്ത കാര്യങ്ങൾ ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നു. പല മൊമെൻറ്റോസ് ഉണ്ടായിരുന്നു. പിന്നെ പറയുകയാണെങ്കിൽ ഈ ഖത്തറിൽ ഇത്ര അധികം സ്റ്റേഡിയംസ് ഉണ്ടെന്നുള്ളത് ഞാൻ ഇവിടെ ലൈബ്രറി വന്നപ്പോഴാണ് മനസ്സിലായത്. എൻ്റെ അറിവിലൊരു 3 സ്റ്റേഡിയമായിരുന്നു, പക്ഷെ അത് കൂടാതെ വീണ്ടും ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായി. പിന്നെ അതിൽ നിന്ന് അത് ഇങ്ങനെയായി. പിന്നെ നമ്മൾ അതിന് കവറൊക്കെ ആയിട്ട് റബ്ബർ ബാൻഡ് ഇട്ടൊരു പന്തുണ്ടാക്കി. അതിന് ഇങ്ങനെ അതാണ് ഫുട്ബോൾ. അതാണ് പൊല്യൂഷനാണ് നമ്മളിവിടെ കാണുന്നത്. ഓക്കെടാ, എല്ലാം പറഞ്ഞ പോലെ നമ്മൾ ഇടയ്ക്ക് ഒരു സ്റ്റേഡിയത്തിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ പോയില്ലേ, അത് ഇങ്ങനൊരു ഡിസൈനാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു റഫ് ഫിഗറാണിത്. കണ്ടോ, അറബികളുടെ തൊപ്പി ആ ഒരു ഡിസൈനിലാണ് അതിൻ്റെ ഭാഗം. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ഖത്തറിലുള്ള പല സ്റ്റേഡിയത്തിൻ്റെ മിനിയേച്ചർ മോഡലാണിത്. ശരിക്കും നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് അവരത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് കാണിച്ചത് ലുസൈൽ സ്റ്റേഡിയം, അവിടെ വെച്ചിട്ടാണ് നമ്മുടെ ഫിഫയുടെ കളികളെല്ലാം നടന്നിട്ടുണ്ടായിരുന്നത്. ഇതാണ് നമ്മുടെ അൽ തുമാമ സ്റ്റേഡിയം, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഞങ്ങളുടെ ലൊക്കേഷൻ തന്നെ തുമാമ എന്നാണ് പറയപ്പെടുന്നത്. അപ്പം ഈ സ്റ്റേഡിയത്തിൻ്റെ വളരെ അടുത്താണ്. ഇതാണ് എനിക്ക് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നിയത്. ഭയങ്കര അതിൻ്റെ ആ ഒരു ഡിസൈനും കാര്യങ്ങളും അത് നേരത്തെ നിങ്ങൾക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഇത് എനിക്ക് തോന്നുന്നു പല ഈ ബോളിൻ്റെ ഡിസൈൻസും മോഡലൊക്കെയാണ്. അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്, എനിക്കറിയില്ല. ഇനിയും 3 വേറെ സ്റ്റേഡിയംസ് ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് ഇപ്പോൾ ഇതിൽ കാണുമ്പോഴാണ്, അവിടെ പോയി കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. സോ അതൊക്കെ ഒരു പുതിയ അറിവായിരുന്നു. അങ്ങനെ ലൈബ്രറിയിൽ അത്യാവശ്യം സമയം ഞങ്ങൾ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ എന്താ പറയുക, കേവിലോട്ട് പോകാമെന്നുള്ളൊരു പ്ലാനായി. പക്ഷേ കേവ് കാണണമെന്നുണ്ടെങ്കിൽ അത് ലൈറ്റ് ഉണ്ടാവണം, ലൈക്ക് ഡേ ലൈറ്റിലായിരിക്കണം. അപ്പം ഓൾമോസ്റ്റ് സൺസെറ്റ് ആവാറായിട്ടുണ്ടായിരുന്നു. ബട്ട് ഞങ്ങൾ വിചാരിച്ചു കേവിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുന്നില്ല, ബട്ട് ലെറ്റ്സ് ജസ്റ്റ് ഗോ ആൻഡ് സീ അത് എന്താണ്, എവിടെയാണ്, ജസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ട് വരാം എന്നുള്ള രീതിയിലാണ് പോകുന്നത്. അപ്പം അത് കുറച്ച് ഇങ്ങനെ ഒരു ഡെസേർട്ട് എന്ന് പറയാൻ പറ്റില്ല, ഇങ്ങനെ കുറച്ച് ഈ സിറ്റിയിൽ നിന്നൊക്കെ കുറച്ച് വിട്ടിട്ടുള്ള ഏരിയയിലാണ്. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ട് തന്നെ സൗദി അറേബ്യ പോകുന്ന ആ ഒരു ഹൈവേ കൂടിയാണ്. ഇതല്ല കേട്ടോ നേരത്തെ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്ന ഹൈവേ. ഇപ്പം ഞങ്ങൾ ഓഫ് റോഡിലോട്ട് കയറി ഓഫ് റോഡ് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു കേവ് ഉള്ള സ്ഥലത്തേക്ക്. ആക്ച്വലി നാജിലിൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് അവർ പോയിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കുഞ്ഞ് അഡ്വെഞ്ചർ സാധനം ഉണ്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ ഒരു വലിയ സംഭവമൊന്നുമല്ല, ഒരു ചെറിയ അഡ്വെഞ്ചർ. നമ്മുടെ ഈ ലാൻഡിൽ ഒരു ഗുഹ പോലെ, ലൈക്ക് അണ്ടർഗ്രൗണ്ട്, അങ്ങനെ നമ്മൾ താഴോട്ട് ഇങ്ങനെ പോകണം. അപ്പോൾ ആ സംഭവം നമ്മൾ ഇരുട്ട് സമയത്ത് പോയിട്ട് കാര്യമില്ല. ഇത് കണ്ടോ, ക്യാമലിൻ്റെ ഫാം ഉണ്ടായിരുന്നു, പല മൃഗങ്ങളുടെ ഫാംസൊക്കെ നമുക്ക് ഇങ്ങനെ പോകുമ്പോൾ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ഇങ്ങനെ ക്യാമലിനെ നേരിട്ടിട്ട് ഇത്രയും ക്ലോസ് ആയിട്ട് കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് അവിടെ ഇറങ്ങിയിട്ടൊന്ന് കാണണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ ഇറങ്ങിയില്ല. ഞങ്ങൾ ജസ്റ്റ് കാറ് സ്ലോ ആക്കിയപ്പോൾ തന്നെ ഈ ഫാം നോക്കുന്ന ആൾക്കാരും എല്ലാം അവിടെ നിന്ന് എഴുന്നേറ്റ്
നമ്മൾ എന്തോ ലൈക്ക് കാണാൻ വന്നതാണോ എന്നൊക്കെ എന്തോ രീതിയിൽ വന്നതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെ ഇറങ്ങാനൊന്നും നിന്നില്ല. ഞങ്ങൾ നേരെ പോകുന്ന സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പം നിങ്ങൾ നേരത്തെ ഒരു ബോർഡ് കണ്ടിട്ടുണ്ടാവും, മിഷ്ഫിർ കേവ് എന്ന് എന്തോ ആണ് അതിൻ്റെ പേര്, മിസ്ഫിർ. അപ്പം മിസ്ഫിർ കേവ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. അങ്ങനെ ഫൈനലി ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ എത്തി. പക്ഷേ നൈസായിട്ടൊന്ന് പാളിപ്പോയി. സ്ഥലം ആക്ച്വലി ലോക്ക്ഡ് ആയിരുന്നു. അവർ എൻട്രൻസ് എല്ലാം ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ മോയ സിറ്റുവേഷനായിപ്പോയി. പക്ഷെ ഞങ്ങളെപ്പോലെ തന്നെ വേറൊരു ടീംസും വന്നിട്ടുണ്ടായിരുന്നു. ആ പുറകിൽ കാണുന്ന കാറിൽ അവരും ഇവിടെ ഇത് കാണാൻ വേണ്ടി വന്നവരായിരുന്നു. അവർക്കും കാണാൻ പറ്റിയില്ല. അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അവർ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ പറഞ്ഞാൽ ഇതുവരെ ഇങ്ങനെ ലോക്ക് ചെയ്തിട്ടില്ല, എപ്പോഴും ഓപ്പൺ ആയിരിക്കും. പക്ഷെ ഫോർ സം റീസൺ ഇപ്പോൾ അവർക്ക് തന്നെ മനസ്സിലായില്ല എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ അന്നത്തെ അതേ ദിവസം അവിടെ ലോക്ക് വന്ന് വീണതെന്ന്. അത് എനിക്ക് തോന്നുന്നത് ഇപ്പം റീസെൻ്റ്ലി ഖത്തറിലെ ക്ലൈമറ്റ് ഒരു ചെറിയ ടൊർണാഡോ ടൈഡൊക്കെ ഭയങ്കര ഹൈ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ വെതർ അലേർട്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ കേവ്സും ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങളിൽ ആൾക്കാർ പോയി അപകടങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ലോക്ക് ഇട്ടതായിരിക്കാം. സോ അൺഫോർച്ചുനേറ്റ്ലി, ബട്ട് കുഴപ്പമില്ല. നെക്സ്റ്റ് ടൈം ഞങ്ങൾ വരുമ്പോൾ ഇവിടെ എന്തായാലും തിരിച്ചു വരുന്നതായിരിക്കും. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോവുകയാണ് മരുഭൂമി കൂടെ. എനിക്ക് ആടുജീവിതത്തിൻ്റെ ഒരു സെറ്റപ്പ് പോലെയൊക്കെ തോന്നി. പക്ഷേ അത് ഫുൾ മണലാണ്. പക്ഷേ ഇത് മണലല്ല, ഇങ്ങനെ കല്ലും ഇങ്ങനെ ഭയങ്കര ചരലൊക്കെ പോലത്തെ ഓഫ് റോഡ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ എന്തായാലും അവിടെ പോയി പണി പാളിയ സ്ഥിതിക്ക് ഞങ്ങൾ ഒരു ഡെസേർട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡെസേർട്ടിൻ്റെ ഒരു സംഭവം ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ ഒരു കഫേയിൽ വന്നു. അപ്പോൾ ഹലീബ് ക്വസ്റ്റ ഇതാണ് കടയുടെ പേര്, കണ്ടല്ലോ. ഇവിടുന്ന് നമ്മളൊരു സ്പെഷ്യൽ സാധനമാണ് കഴിക്കാൻ. ഈ സ്വീറ്റ്സിൻ്റെ കാര്യത്തിൽ ഞങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നാജു ആണ്. കാരണം അവൻ സ്വീറ്റ്സിൻ്റെ ആളാണ്. സോ ഇതൊന്നും ഞങ്ങൾക്ക് കഴിച്ച് പരിചയമില്ലാത്തൊരു ഐറ്റമാണ്. ഇതിന് കൊഷറി എന്ന് പറയും. കഴിക്കുന്ന പിസ്താഷ്യോ ഫ്ലേവറിൻ്റെ കൊഷറിയാണ് ഞങ്ങൾ കഴിക്കുന്നത്. പിന്നെ വേറൊരു ഇതിൽ ചോക്ലേറ്റ് ആൻഡ് പിസ്താഷ്യോ രണ്ടും കൂടിയിട്ടുള്ള ഫ്ലേവർ ഉണ്ടായിരുന്നു. ഇത് ഫ്രൈഡ് ഐസ്ക്രീമാണ്. നല്ല തണുപ്പുണ്ട്, നമുക്ക് കടിക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതാണ്. അപ്പം അടിപൊളിയായിരുന്നു, നല്ല അടിപൊളി ടേസ്റ്റ്. എന്ന് വെച്ചാൽ ഓവർ മധുരമല്ല, എന്നാൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ്. ഈ പറഞ്ഞ പോലെ ഖത്തറിലെ നെക്സ്റ്റ് ട്രെൻഡിങ് ആവാൻ പോകുന്ന ഒരു സാധനമാണ് ഈ കൊഷറി എന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ കൊഷരിയും അതൊക്കെ കഴിച്ച് നല്ല ഹെവി സ്വീറ്റ്സ് കഴിച്ചിട്ട് ഞങ്ങളൊരു വാക്കിന് ഇറങ്ങി, വെസ്റ്റ് വാക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത്. അപ്പം അത് ആക്ച്വലി ഒരു ഭയങ്കര പോർഷ ഏരിയയാണ്. ഫുൾ അവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് കുറേ അറബികളൊക്കെ കാണാൻ പറ്റി. ആക്ച്വലി ഗൾഫിൽ വന്നിട്ട് ഞങ്ങൾക്കൊരു അറബികളെ കാണാൻ കൊതിയായിരുന്നു. കാരണം കൂടുതലും നമ്മുടെ ഇന്ത്യൻസും മലയാളീസൊക്കെ കാണാൻ കിട്ടിയിരുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഫുൾ മലയാളീസൊന്നും ഇല്ല, അറബീസായിരുന്നു കൂടുതൽ. നിങ്ങൾക്ക് ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ ആൾക്കാരെ കാണുമ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടുമായിരിക്കും. അപ്പം ഞങ്ങൾ ആ കഴിച്ചതൊക്കെ ഒന്ന് ഡൈജസ്റ്റ് ചെയ്യാൻ ഒരു വാക്കിന് വേണ്ടി ഇവിടെ വന്നു, വെസ്റ്റ് വാക്കിൽ. ഇത് നമ്മുടെ നാജുവിൻ്റെ കുഞ്ഞനിയനാണ്, അവൻ്റെ ഏറ്റവും ഇളയ അനിയനാണ്. അപ്പോൾ അവനെ കുറച്ച് കഴിഞ്ഞപ്പോൾ കാണാനില്ല. അപ്പോൾ പോയി ഞങ്ങൾ നോക്കിയപ്പോൾ ഒരു പെർഫ്യൂം കടയിൽ പാവം പെർഫ്യൂമൊക്കെ അടിച്ച് ടെസ്റ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ അവിടുത്തെ ഒരു വാക്ക് കഴിഞ്ഞപ്പം കുഞ്ഞനിയന് ബൗളിങ്ങിന് പോകണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും അവൻ ബൗളിങ്ങിന് കയറ്റി. നാജു ഞങ്ങൾ കുട്ടിയുടെ കളി കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത്. പക്ഷെ ഞങ്ങളെല്ലാവരും കയറ്റി കളിപ്പിച്ചു എന്നുള്ളതാണ്. പക്ഷെ രസമായിരുന്നു. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെയും അമ്മയുടെയും ഭാവിയുടെയും ഒക്കെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ബൗളിങ് കളിക്കുന്നത്. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. ഞങ്ങൾ ഫുൾ പാളിച്ചായിരുന്നു ഫസ്റ്റിലൊക്കെ. പക്ഷെ പിന്നീട് ചക്കിട്ട പോലെ മൊബൈൽ ചത്തു എന്നുള്ള സിനാരിയോ പോലെയൊക്കെ. അങ്ങനെ കളിയൊക്കെ നല്ല ഗംഭീരമായി കളിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സമയം അത്യാവശ്യം ലേറ്റായിട്ടുണ്ടായിരുന്നു, 12 മണിയോ അങ്ങനെ എന്തോ ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു, ലേറ്റായിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ്. പപ്പ ഓൾറെഡി ഓഫീസിൽ നിന്ന് നേരെ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അൺപ്ലാൻഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് എൻഡ് ചെയ്യുന്നത്. ഇന്ന് ഈ കണ്ട പ്ലാൻസ് ഒന്നും ഞങ്ങളൊട്ടും പ്ലാൻ ചെയ്യാതെ ഉണ്ടായ ഒരു കാര്യങ്ങളാണ്. സോ
എനിവേസ് ഇറ്റ് വാസ് എ വെരി ബ്യൂട്ടിഫുൾ ഈവനിങ്, ഫണ്ണായിരുന്നു. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ സീ ഇൻ മൈ നെക്സ്റ്റ് വ്ളോഗ്.